അപ്പോൾ ലിപ് ബാം തയ്യാറായിട്ടുണ്ട്. കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുണ്ടിലത്തെ പിഗ്മെൻറ്റേഷനൊക്കെ പോയി നാച്ചുറലായിട്ടൊരു കളർ വരും. നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ബീട്രൂട്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഇഴയടപ്പമുള്ള അരിപ്പയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ചായയില അരിപ്പയാണ് എടുത്തിരിക്കണേ, കാരണം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വറ്റി വരണം. ഒപ്പം തന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ കട്ടയായിട്ട് പോവും. ചുണ്ടിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടാനും അതുപോലെ തന്നെ ചുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനൊക്കെ ഈ ലിപ് ബാം നല്ലതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. ഇത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെല്ലാതും എടുക്കുമ്പോൾ ഏകദേശം ഇത്രയാണ് കേട്ടോ കിട്ടുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ നന്നായി മെൽറ്റ് ചെയ്ത നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതൊരു ബോട്ടിലിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒഴിഞ്ഞൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാത്രമുണ്ട് ഞാൻ എടുത്തത്, അതിലേക്കുള്ളതായി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ചുണ്ടിന് നല്ലൊരു നാച്ചുറലായിട്ടുള്ള കളറും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്നുണ്ട്. തേനൊക്കെ ചേർത്തിട്ടുള്ള കാരണം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക്. ഈ ലിപ് ബാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചുണ്ടിനുള്ള പിഗ്മെൻറ്റേഷനും കറുത്ത കളറൊക്കെ പോയിട്ട് നല്ലൊരു നാച്ചുറലായിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ.